ലാലേട്ടന്റെ ചില ഫാൻസിനെ കണ്ടു, വിജയണ്ണന്റെ ചില ഫാൻസിനെയും നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഇക്കാന്റെ ചില ഫാൻസിനെ കാണാം. ഇക്കയുടെ ശകടം. ഈ പടത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. 2 മിനിറ്റിൽ മാഗിയൊക്കെ ഉണ്ടാക്കണ മാതിരി ഈ പടത്തിന്റെ കഥ പെട്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഞങ്ങളുടെ അവിടേക്ക് ഒരു ചൊല്ലുണ്ട്, വായ തോന്നിയത് കോതയ്ക്ക് പാട്ട്. ഇത് അന്തമാതിരി ഒരു കഥയാണ്. എന്താ ഞാൻ കേൾക്കുന്നത്? അങ്ങനെ എല്ലാ ആൾക്കാർക്കൊന്നും ഈ പടം കാണാൻ പറ്റില്ല കേട്ടോ. അതിനൊരു ടെസ്റ്റ് ഉണ്ട്. അത് പാസ്സായാലേ നിങ്ങൾക്ക് ഇതിന്റെ ബാക്കി കാണാൻ പറ്റൂ. അതുകൊണ്ട് ഈ ടെസ്റ്റ് പാസ്സായവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം. നമുക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? അതേ ഒരു ഫീലാണ് ഇക്കയുടെ ശകടം നിങ്ങൾക്ക് ഓഫർ ചെയ്യണത്. മനസ്സിലായില്ല അല്ലെ? ഇത് കണ്ടു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകുന്നു. മൈ ഡിയർ സത്തുകുട്ടികളെ, എന്നാ കഥയിലേക്ക് കടക്കാം. മമ്മൂട്ടിയുടെ ഒരു കട്ട ഫാനായ ടാക്സി ഡ്രൈവറാണ്. ഇയാൾ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകും. അപ്പൊ ആരൊക്കെയോ ഇയാളുടെ വണ്ടിയിൽ വന്ന് കയറും. ഇതാണ് ഈ പടത്തിന്റെ കഥ. ഇതേ കഥയിൽ വേറെ നല്ല പടങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷെ ഇത് അതല്ല. ഇത് മമ്മൂട്ടിക്ക് ട്രിബ്യൂട്ടായിട്ട് ചില ഫാൻസുകാരൊക്കെ പടച്ചുവിട്ട വെറൈറ്റി സംഭവമാണ്. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ പറയില്ലേ, എന്നതാത് ഫാൻ ബോയ് പണ്ണൽ. ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ തൊലി ഉരിച്ചു കളഞ്ഞല്ലേ. ഒരു ദിവസം മമ്മൂക്ക ഫാനായ അയ്യപ്പൻ അയാളുടെ ശകടം ഓടിച്ചുകൊണ്ട് അങ്ങനെ പോകുമ്പോഴാണ് വണ്ടിയിലൊരു കാലൻ. നമ്മുടെ കാലക്കേടിന് ഇയാളാണ് ഈ സിനിമയിലെ കാലൻ. ഒന്നാളമ്മേനെ കാണാൻ കൊതിയായി എന്താ വിളിച്ചു കൊടുത്തിട്ട് അപമാനിക്കാണ? ഈ കാലൻ നമ്മുടെ അയ്യപ്പനെ കൊല്ലാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ശരിക്കും അയാൾ അയ്യപ്പനെ അല്ല കൊല്ലാൻ വന്നത്. കാലൻ ആള് മാറിപ്പോയതാണ്. അങ്ങനെ ആള് മാറിപ്പോയ കാലൻ നമ്മുടെ അയ്യപ്പന് ഒരു വരം കൊടുക്കാണ്. അല്ല, എന്തിനാ ഇയാളിപ്പോ വരൊക്കെ കൊടുക്കണത്? നിനക്കൊരു നല്ല വരം തന്നു വെച്ചേ ഞാൻ മുടിഞ്ഞൊന്നും പോകുന്നില്ല. ഇനി വരാൻ പോകുന്ന 48 മണിക്കൂറിൽ അയ്യപ്പന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതൊക്കെ ഒരു മിന്നായം പോലെ നമ്മുടെ കാലൻ അയ്യപ്പന് കാണിച്ചു കൊടുക്കാണ്. ഇതേപോലെ എനിക്കൊന്ന് കാണിച്ചെന്നുണ്ടായിരുന്നെങ്കിൽ ഈ ഉണക്കപ്പടം കാണാൻ വേണ്ടി ഞാൻ ഇത്രയും സമയം കളയില്ലായിരുന്നു. ഈ ചേട്ടൻ എന്താ ഈ പറയണത്? നോക്കുമ്പോ ഈ വരം കൊടുത്ത കാലന്റെ കണ്ണുകളൊക്കെ നിറയാണ്. എന്തിനാന്നാവോ? അങ്ങനെ കാലൻ ഈ വരം കൊടുത്തു കഴിഞ്ഞിട്ട് ഇക്കാന്റെ ശകടത്തിൽ നിന്ന് പോയി. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. നമ്മുടെ അയ്യപ്പന് ചില ഡിമാൻഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെ തന്റെ ഡിമാൻഡ്സ്? അയ്യപ്പന്റെ വണ്ടിയിൽ കയറണമെങ്കിൽ കേറുന്ന ആള് മമ്മൂട്ടി ഫാൻ ആയിരിക്കണം. പോരാഞ്ഞിട്ട് മമ്മൂക്കയുടെ പാട്ടുകൾ പാടാനും അറിഞ്ഞിരിക്കണം. ഇക്ക ഫാനാണ്. കുറച്ചൊക്കെ A few moments later. Later. 1 hour later. ഇവനെന്തൊരു തോൽവിയാടാ. അല്ല, ഇയാൾക്ക് ഈ പാട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ വണ്ടിയിൽ മ്യൂസിക് പ്ലെയർ ഉണ്ടല്ലോ, അതിൽ വെച്ചാ പോരെ. ഇയാളെ കൊണ്ട് ഇങ്ങനെ പാടിച്ചു വെറുപ്പിക്കണം. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഇതിന്റെ ഇടയ്ക്ക് ഇക്കാന്റെ ശകടത്തിൽ ഒരു കാക്ക് തൂറിയിട്ട് പോകും. ഞാൻ തൂറി എറിയും നിന്നെ. അത് കഴുകാൻ വേണ്ടി നമ്മുടെ അയ്യപ്പൻ വണ്ടി നിർത്തുന്നുണ്ട് കേട്ടോ. അതിനൊന്നുമില്ലേ? അല്ല, ഇതൊക്കെ തന്നെയാണ് ഈ സിനിമയിൽ പറയാനുള്ളൂ. അല്ലാണ്ട് കാര്യമായിട്ടൊന്നും പറയാനില്ല. ഇനി ഇക്കാന്റെ ശകടത്തിൽ അടുത്ത ആൾക്കാർ കയറുകയാണ്. വയസ്സായ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും. ഇവര് ശകടത്തിൽ കയറിയതും ഇവരുടെ ഫ്ലാഷ് ബാക്ക് ഒക്കെ നമുക്ക് സംവിധായകൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇയാൾ ഈ തോണി തുഴയണതും കേക്ക് മുറിച്ച് തിന്നണതൊക്കെ നമുക്ക് എന്തിനാണ് കാണിച്ചു തരുന്നത്? അങ്ങനെ സ്ഥലം എത്തിയപ്പോ ആ വയസ്സായ അപ്പൂപ്പനും അമ്മൂമ്മയും വണ്ടിയിൽ നിന്ന് ഇറങ്ങും. ബാക്കി താൻ വെച്ചോടോ. താങ്ക് യു അപ്പൂപ്പ. പോകേണ്ട സ്ഥലം എനിക്കറിയാം. എവിടെയാണ്? അവിടെ. ഇതൊക്കെ കണ്ടിട്ട് സങ്കടം വന്ന നമ്മുടെ മമ്മൂട്ടി ഫാൻ ഒരു ബന്ധമില്ലാതെ ഒരു മമ്മൂക്ക റെഫറൻസ് അങ്ങോട്ട് ഛർദിക്കാണ്. ഈ വെളിച്ചോ സത്യം എന്നൊക്കെ പറഞ്ഞത് എല്ലാം ഒരേപോലെയാ. രണ്ടിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. വേണമെങ്കിൽ തടയുകയോ മറച്ചു പിടിക്കുകയോ ഒക്കെ ചെയ്യാം. എന്നാലും അതില്ലാണ്ടാവുന്നില്ലല്ലോ. കഴിഞ്ഞു, എന്നാ പൊക്കോ. അല്ല, ഈ സീൻ ഇമോഷണൽ ആക്കാൻ വേണ്ടി വെച്ചതാണോ? ആണെങ്കിൽ ഇത് കോമഡി ആയിട്ടുണ്ട് കേട്ടോ. വേണേ തടയുകയോ മറച്ചു പിടിക്കുകയോ ഒക്കെ ചെയ്യാം. കിട്ടിയല്ലോ, വേഗം ഇവിടുന്ന് പോവാം. ഇത് കണ്ടിട്ട് എനിക്ക് വൃദ്ധസദനത്തിന്റെ പരസ്യമായിട്ടാണ് തോന്നുന്നത്. പോകേണ്ട സ്ഥലം എനിക്കറിയാം. എവിടെയാണ്? അവിടെ. സെന്റ് പീറ്റേഴ്സ് ഓൾഡ് ഏജ് ഹോം. നിങ്ങൾക്ക് തുണയായി ഞങ്ങളുണ്ട്. ഫോൺ 9904. ഇനി നമുക്ക് കുറച്ചു നേരം ഇക്കാന്റെ പാട്ടിനൊത്ത് താളം വെക്കാം. ഈ വണ്ടി ഓടുന്നതേ ഭാഗ്യം. ഇയാളിപ്പോ ഇത് തല്ലി പൊളിക്കൂ. അങ്ങനെ ശകടത്തിലേക്ക് അടുത്ത യാത്രക്കാർ വരികയാണ്. ഒരു ഭാര്യയും ഒരു ഭർത്താവും.
അവരാണെങ്കിൽ പൊരിഞ്ഞ അടിയാണ്. നീ എന്റെ പേര് കള്ളക്കേസ് കൊടുക്കും അല്ലടി മൂദേവി. നിന്റെ പെരുമാറ്റം കൊണ്ട് സ്വഭാവം കൊണ്ട് നിന്നെ കൊല്ലല്ല. ഇതൊക്കെ കണ്ട നമ്മുടെ മമ്മൂട്ടി ഫാൻ അപ്പൊ മമ്മൂട്ടിയുടെ കുറച്ച് ഡയലോഗ്സ് അങ്ങോട്ട് ഇറക്കും. നിങ്ങളടക്കമുള്ള പെൺവർഗം മറ്റാരും കാണാത്തത് കാണും. നിങ്ങൾ ശവിച്ചുകൊണ്ട് കൊഞ്ചും, ചിരിച്ചുകൊണ്ട് കരയും, മോഹിച്ചുകൊണ്ട് വെറുക്കും. ഈ ഡയലോഗ് കേട്ടിട്ട് അത്ര നേരം അടികൂടിക്കൊണ്ടിരുന്ന ഈ ഭാര്യയും ഭർത്താവും ഒന്നാവുകയാണ്. നല്ല സ്ക്രിപ്റ്റ്. അങ്ങനെ അവരിറങ്ങിപ്പോയി. ഇനി അടുത്ത ആൾക്കാർ കയറട്ടെ. ഇത്തവണ ശകടത്തിൽ കയറിയത് ഒരു പെൺകുട്ടിയാണ്. അസമയത്ത് ഒരു പെൺകുട്ടിയെയും ഇയാളെയും ഒരുമിച്ച് കണ്ട പോലീസ് നമ്മുടെ അയ്യപ്പനെയും ആ പെൺകുട്ടിയെയും നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. ഏത് സമയമാണ് ഒരു പെൺകുട്ടിക്ക് അസമയം? പോലീസ് സ്റ്റേഷനിൽ വെച്ച് നമ്മുടെ ഇക്ക ഫാനായ അയ്യപ്പൻ പോലീസിനെ അടിച്ചിടാൻ ശ്രമിക്കുകയാണ്. എന്തോ നീങ്ങി പോണത് കണ്ടല്ലോ. എന്താ വെനോ? ഇതാണ് ഈ പടത്തിന്റെ BGM. ചെപ്പക്കുറ്റി നോക്കിയൊന്ന് തന്നാണ്ടല്ലോ. പോലീസ് സ്റ്റേഷനിലെ നോട്ടപ്പുള്ളികളുടെ ലിസ്റ്റില് നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉണ്ടല്ലോ. ഇനി കുറച്ച് ചീഞ്ഞ കോമഡികൾ കേൾക്കാനുള്ള സമയമാണ്. എന്താ പേര്? എന്റെ പേര് സുനി എന്നാണ്. അച്ഛൻ ഞാനൊരു ബൈക്ക് മേടിച്ചു. ഏത് ബൈക്ക് മേടിച്ചെന്ന്? പൾസർ. രണ്ടും പ്രശ്നമാണ്. എന്ത് ചീഞ്ഞ കോമഡിയാണ് നിങ്ങൾ കാണേണ്ട അവസ്ഥ. സ്വന്തം വീട്ടിലൊരു ചെടി നട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്തിരിക്കണം. നീ എന്ത് ചെടിയാണ് നട്ടത്? കഞ്ചാവ്. വോഡഫോൺ കോമഡി സ്റ്റാർസിലൊക്കെ ആണെങ്കിൽ ഇമാതിരി കോമഡി ഒക്കെ വന്നു കഴിഞ്ഞാൽ അവര് ചിരിക്കണ സൗണ്ട് ഇട്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ഈ സാധനമൊക്കെ സിനിമയാക്കിയിട്ട് തിയേറ്ററിൽ ഇറക്കിയണ്ടല്ലോ, കാണാൻ കസേര മാത്രമേ ഉണ്ടാവുള്ളൂ. അവസാനം 500 രൂപ കൈക്കൂലിയും കൊടുത്ത് അയ്യപ്പനും ആ പെൺകുട്ടിയും സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങുകയാണ്. 500 ഒരാൾക്ക് 500 ഓക്കെ ആണെങ്കിൽ. അങ്ങനെ ആ പെൺകുട്ടിയോട് നമ്മുടെ അയ്യപ്പന് പ്രേമം തോന്നുകയാണ്. നിങ്ങൾ മമ്മൂക്ക ഫാനാ? എന്തരാണല്ലേ അവിടെ ഒരു പാട്ട്. ഈ സിനിമയിൽ കഥയില്ല, ഒരു കോപ്പുമില്ല. ഇനി ഈ പാട്ടിലാണ് എന്റെ പ്രതീക്ഷ. അടിപൊളി. നിനക്കിപ്പോ ഞാൻ ഒന്ന് തരും. അവന്റെ ഒരു തനക്ക്. ഞാൻ പോട്ടെ. താനൊരു നല്ല കുട്ടിയാണ്. അത് തന്റെ മുഖത്ത് ആലേപനം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഈ സിനിമയിൽ അടുത്തായിട്ട് എന്താ സംഭവിക്കുക? ശരിക്കും ഒന്ന് പറഞ്ഞേ. അറിയോ? അടുത്തതെന്താ? എപ്പോഴത്തെയും പോലെ ഇക്കയുടെ ശകടത്തില് അടുത്ത ആള് കയറും. ഇത്തവണ ലവേഴ്സ് ആണ് കയറിയിരിക്കണത്. അവരാണെങ്കിൽ ഒളിച്ചോടി കല്യാണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇനി ഇക്കാന്റെ കുറച്ച് റെഫറൻസ് ആവാം. രാജസ്ഥാൻ മരുവിലേക്ക് മണലേറ്റിടാൻ നോക്കല്ലേ. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. മിസ്റ്റർ മാരാർ, ഞങ്ങൾ ഒന്ന് സഹായിക്കും. അയ്യോ, അതിന് ഞാൻ അയ്യപ്പനാണ്. തമാശ ഇഷ്ടമല്ലല്ലേ? എബ്രാഹിമിന്റെ സന്തതികൾ 75 കോടി, ഗ്രേറ്റ് ഫാദർ 72 കോടി, മാമാങ്കം വന്നിട്ടാണ് ഒരു 150 കോടി പിടിക്കാൻ. ഇതൊക്കെ എന്ത്? അങ്ങനെ അവരെയും ഇറക്കി വിട്ട് നമ്മുടെ ശകടം മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് പോണ വഴിയിൽ ഒരു സിനിമാ തിയേറ്റർ അയ്യപ്പൻ കാണുന്നത്. പറഞ്ഞതിപ്പോ സഞ്ചാരം പോലെ ആയല്ലോ. അങ്ങനെ തിയേറ്ററിന്റെ മുന്നിൽ വെച്ച് മമ്മൂക്കാക്ക് വേണ്ടി ആരാധകരുടെ ഒരു സമ്മാനം. വേണ്ട, ഇവിടെ ആരും ഉണ്ടാക്കണ്ട. ഓ, ഇത് പാട്ടാണോ? എന്റെ വക്കീൽ സാറേ, ഞാൻ സ്ഥലമിടുകയാണ്. ഇങ്ങനെയാണെങ്കിൽ ഈ പരിപാടിക്ക് ഞാനില്ല. ഈ പാട്ട് പാടിയ ആളുടെ ഒരു അവസ്ഥയും. ഇയാൾക്ക് എന്താണ് വയ്യേ? അങ്ങനെ ഇത്തവണ ശകടത്തില് ഏതോ ഒരാളൊരു പയ്യനെ കൊണ്ട് കേറാണ്. കുറച്ചു ദൂരം പോയപ്പോഴാണ് ഇയാളുടെ പോക്ക് അത്രയ്ക്ക് ശരിയല്ല എന്ന് അയ്യപ്പൻ മനസ്സിലാക്കണത്. അല്ലേ, അയ്യപ്പനോടാണ് അവന്റെ കളി. താഴെ പിടിച്ച് പിടിക്കണോ? ഇപ്പൊ എല്ലാം ശരിയായില്ലേ? താഴെ പിടിച്ച്. ആളെ നാണം കിടത്തിയിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ചിരിക്കാനുള്ള വക ഉണ്ടാക്കിയിട്ട് വന്ന് നിൽക്കുന്നുണ്ടല്ലേ? വണ്ടി എടുക്കണോ? ഇനി കുറച്ച് റെഫറൻസ് എടുക്കാം. നീ ആ കരട്ട് ഹൗസിലോട്ടോ ചെന്നില്ല. ആദ്യം കണ്ടപ്പോ നമുക്ക് സീ വിട്ടതാ. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ,
നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. നിന്റെയൊക്കെ ഇക്കാക്കടുത്ത് ചോദിച്ചാൽ മനസ്സിലാവും. ഇടയ്ക്കിടയ്ക്ക് ഇക്കാന്റെ കുറച്ച് റെഫറൻസ് വേണം. അങ്ങനെ ശകടം നേരെ ഹോസ്പിറ്റലിലേക്ക്. ഏതോ ഒരു ഹോസ്പിറ്റലിൽ എത്തിയ അയ്യപ്പൻ അവിടുത്തെ റിസപ്ഷന് പോയിട്ട് ഫാത്തിമയുടെ എന്ന് പറയും. എന്താണ്? ഫാത്തിമയുടെ ആടാണ്. എന്തായാലും റിസപ്ഷനിലെ ചേച്ചിക്ക് അയാൾ 20,000 രൂപ കൊടുക്കാണ്. അല്ല, ആരാണ് ഈ ഫാത്തിമ? അല്ല, എന്തിനാണ് ഇയാൾ ഇപ്പൊ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നത്? എന്തിനാണ് ഇയാൾ ഈ പൈസ കൊടുത്തത്? ഇതൊക്കെ ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞൂടെ? എന്നാലല്ലേ ഈ അപരാധം കാണുന്ന ആൾക്കാർക്ക് കൂടി മനസ്സിലാവുള്ളൂ. അത് എഴുതി കാണിച്ചാ മതിയാ. അങ്ങനെ പൈസ ഒക്കെ കൊടുത്ത് അയാൾ ഒന്ന് ശ്വാസം വിട്ട് റിലാക്സ് ചെയ്യുമ്പോഴാണ് പിന്നിൽ നിന്നുള്ള ആ പിടി. നമുക്ക് പെരുത്തിട്ടുപോയി. ഇനി ഇയാൾ ആരാന്നാവോ? അത് എഴുതി കാണിച്ചാ മതിയാ. അതിലിപ്പോ എന്തുണ്ടായേ? അതന്നെയാണ് ഞാനും ചോദിക്കണത്. എന്താ ഉണ്ടായത്? താനൂർക്ക് ചക്ക തിന്നാൻ ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയെന്ന്. എന്നാ തമ്പാനൂർക്ക് പോവായിരുന്നില്ലേ? അവിടെ ചെന്ന് ചോദിച്ചാ പറയും മാവിലെ ചക്ക കായ്ക്കണെന്ന്. ഞാൻ പച്ചമണ്ണ് വരിടും കേട്ടോ. മാവിലെ ചക്ക കായ്ക്കണെന്ന്. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? അതുകൊണ്ട് അയ്യപ്പൻ എങ്ങോട്ടും പോണില്ല. അതിന് ആരപ്പ ഇയാളോട് പോവാൻ പറഞ്ഞ്? അങ്ങനെ നന്മമരമായി നമ്മുടെ അയ്യപ്പൻ ഒരു പാവം ചെക്കനെ കൊലയ്ക്ക് കൊടുത്ത് കിട്ടിയ കൂലിപ്പണം കൊണ്ട് വേറൊരു കുട്ടിയെ രക്ഷിച്ചു. ഈ മോഹൻലാലും പോക്കിരി സൈമണൊക്കെ പിന്നെയും കണ്ടിരിക്കുക. പക്ഷെ ഈ അപരാധമുണ്ടല്ലോ, പെറ്റ തള്ള സഹിക്കില്ല. ഈ പടം കൊള്ളില്ലാന്ന് മാത്രം പറയരുത്. അയ്യോ, കൊള്ളില്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കൊള്ളായിരുന്നെങ്കിൽ നന്നായേനെ. അടുത്തതായിട്ട് വേറെ ഒരാൾ കൂടി നമ്മുടെ ഇക്കാന്റെ ശകടത്തിൽ കയറുകയാണ്. അയാളെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയണില്ല. പതിവ് പോലെ അയ്യപ്പൻ മമ്മൂട്ടിയുടെ റെഫറൻസ് ഒലത്താൻ തുടങ്ങിയപ്പോഴേക്കും അയാൾ അയ്യപ്പൻ അങ്ങോട്ട് വെടിവെച്ച് കൊന്നു. ആരാണ് അയാൾ? അറിയില്ല. എവിടെ നിന്നും അയാൾ വന്നു. ഒരു നന്ദി വാക്ക് പോലും കേൾക്കാൻ നിൽക്കാതെ എങ്ങോട്ടോ അയാൾ പോയി. പ്രിയപ്പെട്ട സുഹൃത്തെ, ഒരിക്കലും ഞങ്ങൾ നിങ്ങളെ മറക്കില്ല. ഇനിയാണ് ട്വിസ്റ്റ്. ഇത്ര നേരം നിങ്ങൾ കണ്ടില്ലേ? ഇതൊന്നും ശരിക്കും ഉണ്ടായതല്ല. ഇതൊക്കെ ഒരാൾ എഴുതിയ സ്ക്രിപ്റ്റ് ആണ്. ഇവനാണ് ഈ സ്ക്രിപ്റ്റ് എഴുതിയ ആള്. സാറ്റലൈറ്റ് പോയിട്ട് സ്ട്രീറ്റ് ലൈറ്റ് പോലും ഈ പടത്തിന് കിട്ടില്ല. ഒരുപാട് നടന്നു സാറേ. ഇനിയും നടക്കേണ്ടി വരും ഒരായുസ് മുഴുവൻ. ഒരുപാട് നടന്നു സാറേ. ഒരു സ്റ്റാറിനെ തേടി ആകാശത്തേക്ക് നോക്കിയാൽ മതി, അല്ലാതെ വേറൊരു സ്റ്റാറും ഇതിൽ വരില്ല. അവരൊക്കെ തിരക്കിലാണ്. ഇനിയിപ്പോ അവര് തിരക്കിലല്ലെങ്കിലും ഈ സിനിമയിൽ അഭിനയിക്കാൻ അവര് വരില്ല. 100% ഞാൻ യോജിക്കുന്നു. ഈ സാധാരണക്കാരനും മമ്മൂക്ക എന്ന് പറയാൻ പടപൊരുതി ജയിക്കാനുള്ള ഒരു പ്രചോദനം. എന്താ ഞാൻ ഈ കേട്ടത്? ഈ സാധാരണക്കാരനും മമ്മൂക്ക എന്ന് പറയാൻ പടപൊരുതി ജയിക്കാനുള്ള ഒരു പ്രചോദനം. അതെ, സാധാരണക്കാരൊക്കെ രാവിലെ പണിക്കിറങ്ങുമ്പോ മമ്മൂട്ടീനെ ധ്യാനിച്ചിട്ടാണല്ലോ പോണത്. ഒന്ന് പോടോ. ഇതൊന്നും ശരിയാവൂലടാ. എന്നാ ഞാൻ വേറൊരു കഥ പറയട്ടെ. എനിക്കറിയാൻ തന്നെ ചോദിക്കുന്നത് എന്ത് സുഖം ഇതിനകത്ത് കിട്ടുന്നത്. നമുക്ക് രണ്ടാമത്തെ കഥയിലേക്ക് പോകാം. അത് വേണോ? അതിന് കളി തീർന്നിട്ടില്ലല്ലോ എന്റെ ഉണ്ണിത്താനെ. ടൈം കിടക്കുകയല്ലേ. അയ്യോ, ഞാൻ കൊക്ക വീണേ. എന്റെ പൊന്നിക്കാ ചുക്കുടു. ഇതൊരു വലിയ ട്രാപ്പാ. ചേട്ടന്റെ പേര് വെച്ച് ആരൊക്കെയോ കളിക്കുക. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തായ ഒരാൾക്ക് രക്തം നൽകുക ഹോസ്പിറ്റലിൽ പോകുന്നു. അവിടെ നേഴ്സ് നിങ്ങളോട് ചോദിക്കുന്നു, സാർ ഏതാ ഗ്രൂപ്പ് എന്ന്. ഞങ്ങളെല്ലാം ഒരേ ഗ്രൂപ്പാണെന്ന്. സോഹൻലാൽ ചോരത്തിൽ വന്ന ഓയിൻമെന്റ് തന്നെ തേക്കണോടാ ഓണാപ്പച്ചാരെ. ഇനി ഒരു അക്ഷരം വേണ്ടിയ കുത്തി കുടലെടുക്കും ഞാൻ. ശാപം. എന്തിനാടാ വെറുതെ ഞങ്ങളെ കൂടെ ഇതിൽ വലിച്ചു ചാടിച്ചത്? അങ്ങനെ ഫാനിസം തലയ്ക്ക് പിടിച്ച സ്ക്രിപ്റ്റ് റൈറ്ററെയും ഡയറക്ടറെയും അടിച്ചിട്ട് നമ്മുടെ നായിക മാസ്ക ബാപ്പ ആവുകയാണ്. ഞാൻ ചെയ്തതിൽ അത്ര വലിയ തെറ്റൊന്നുമില്ല. ഇല്ല, ഒരു തെറ്റുമില്ല. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നാലും ഇത് തന്നെ ചെയ്യാ. ഇനി ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ ആനി, ഒരു കട്ട മമ്മൂക്ക ആരാധികയാണ്. അടിപൊളി. ആരാധന എന്ന് വെച്ചാ പ്രണയമാണ്. അല്ല, ബുക്കിന്റെ ഉള്ളിൽ മറച്ചു പിടിച്ചൊക്കെ നോക്കാൻ ഇത് വേറൊന്നുമല്ലല്ലോ, മമ്മൂക്കാന്റെ ഫോട്ടോ അല്ലേ? എങ്കപ്പാത്താലും ചങ്ക്. അനി, എനിക്ക് നിന്നോട് സംസാരിക്കണം. ഇതൊന്ന് കഴിയട്ടെ. അനി, നിനക്ക് ഞാനാണോ ഇയാളാണോ വലുത്? അവൻ പോവുകയാണ്. പിന്നെ തന്നെ കാത്തായാലോ നിൽക്കല്ലോ അവിടെ. അവനോട് ഞാൻ എങ്ങനെയാ പറയാ? അവനേക്കാ എനിക്ക് വലുത്. ഇത് കൊള്ളാലോ. സൈഡിൽ നിന്ന് നോക്കിയാ തുടരും സിനിമയിലെ ലാലേട്ടൻ, കുറച്ചടുത്ത് ചെന്ന് നോക്കിയാ മമ്മൂക്ക. സത്യത്തിൽ ഇത് ആരാ? അങ്ങനെ ഈ കഥയും നമ്മുടെ പ്രൊഡ്യൂസർ വേണ്ടാന്ന് വെച്ചു. ഇതൊക്കെ ശരിയാവൂ?
ഈ പരിപാടി നീ ഇവിടെ നിർത്തിക്കോ. ഒരു കഥ എഴുതുമ്പോ മിനിമം ബാലരമ വായിച്ച എക്സ്പീരിയൻസ് എങ്കിലും വേണം. എന്നാ ഞാൻ വേറൊരു കഥ പറയട്ടെ. അന്റെ കഥകൾക്ക് പെരുത്ത് നന്ദി. ആ ഇന്ത്യ മോൻ